ഭീകരാക്രമണ സാധ്യത മുൻനിർത്തി രാജ്യത്ത് 12 ഇടങ്ങളിൽ NIA റെയ്ഡ്. നടപടി ഡ്രോൺ IED സ്ഫോടനമുണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നാലെ ഉത്തർപ്രദേശിൽ സംശയമുള്ളവരെ ചോദ്യം ചെയ്തതായും NIA വ്യക്തമാക്കുന്നു. റഷീദ് ബിൻ മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റഷീദ്, എന്താണ് ഈ ഒരു NIA നടപടിക്ക് പിന്നിൽ? വിനിഷ, രാവിലെ 11 മണിയോട് കൂടിയാണ് രാജ്യത്ത് ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരുന്നത്. ഇതിന് പിന്നാലെ ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക അന്വേഷണവും പരിശോധനയും നടത്തണമെന്നുള്ളത് NIAക്ക് ഉത്തരവിടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് 12 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശ്, അതോടൊപ്പം രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതൽ പരിശോധനകൾ നടന്നിട്ടുള്ളത്. ഉത്തർപ്രദേശിലെ 5 ഇടങ്ങളിലും രാജസ്ഥാനിലെ 2 ഇടങ്ങളിൽ പരിശോധന നടന്നിട്ടുണ്ട്. ഇവിടെ നിന്നും സംശയമുള്ള ചില ആളുകളെ കൂടി ചോദ്യം ചെയ്തതായും ഇവരിൽ നിന്ന് മൊബൈൽ ഫോണുകളും മറ്റു ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തതായും ഇപ്പോൾ NIA അറിയിച്ചിരിക്കുകയാണ്. ഈ നടപടി എന്ന് പറയുന്നത് ഡ്രോൺ ആക്രമണം, അതോടൊപ്പം IED സ്ഫോടനത്തിനുള്ള സാധ്യത എന്നിവയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്റലിജൻസ് വിഭാഗം നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. നേരത്തെയും സമാനമായിട്ടുള്ള രീതിയിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ഇതിന് പിന്നാലെ കടുത്ത ജാഗ്രത പുലർത്തണമെന്നുള്ള ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ ഏജൻസികൾക്ക് വിവരം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് ഈ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ 12 ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ശരി റഷീദ.